കേരളത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24 ലക്ഷം ആളുകളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. കരട് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടാത്തവരുടെ എണ്ണം 24 ലക്ഷമായി എന്ന് പറഞ്ഞാൽ ബീഹാർ, ആസാം പോലെയുള്ള പ്രദേശത്തുള്ളതിന് സമാനമായിരിക്കുന്ന സ്ഥിതി കേരളത്തിലും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഭയാശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ 24,08,503 പേരാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ആകെ വോട്ടർമാരിൽ 8.65% പുറത്താണ് എന്ന് ചുരുക്കം. ടോട്ടൽ ആകെയുള്ള വോട്ട് എന്ന് പറയുന്നത് 2,78,50,856 പേരാണ്. ഇതിൽ 1,60,830 പേർ ഫോറം തിരിച്ച് നൽകിയിട്ടില്ല എന്ന് കമ്മീഷൻ പറയുന്നു. മരിച്ചവർ, പേര് കണ്ടെത്താൻ കഴിയാത്തവർ, താമസം മാറിപ്പോയവർ, ഒന്നിൽ കൂടുതൽ വോട്ടുള്ളവർ, അതായത് ഇരട്ട വോട്ടുള്ളവർ, ഇവരെല്ലാവരും ഈ പറയപ്പെട്ട ലിസ്റ്റിൽ പെടുന്നു എന്നും പറയപ്പെടുന്നു. കൂടുതൽ പുറത്തായത് തിരുവനന്തപുരത്തുകാരാണ്. കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. 19 ലക്ഷം പേർ രേഖകൾ ഇനി ഹാജരാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കരട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അതായത് ഈ ന്യൂമറേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യതയോടുകൂടിയാണ് ചെയ്തിരുന്നതെങ്കിൽ അതോടുകൂടി അത് അവസാനിച്ചു. എന്നാൽ ഇപ്പോൾ അതിൽ ഒരുപാട് തിരുത്തലുകൾ, സ്ഥലം മാറിപ്പോയത്, ഒരുപാട് വിഷയങ്ങളുള്ള പല ഫോറങ്ങളും ഉണ്ട്. അവർ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 19 ലക്ഷത്തോളം ആളുകൾ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? അത് നമ്മളാണ് എന്ന് ബോധ്യപ്പെടുത്തണം, സ്ഥിരപ്പെടുത്തണം. 2002 വോട്ടർ പട്ടിക പ്രകാരം 93% 2025 കരട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു, കയറാൻ വേണ്ടി സാധിച്ചു എന്ന് ചുരുക്കം. എന്നാൽ ശേഷിക്കുന്നവർ, ബാക്കി ഈ പറയപ്പെട്ടതിൽ നിന്ന് ശേഷിക്കുന്നവർ ഇനി ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? പുതുതായിട്ട് അപേക്ഷ നൽകിയിട്ടോ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകുകയോ വേണം എന്നുള്ളതാണ്. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ 93% നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഒരു 19 ലക്ഷം ആളുകൾ എന്ത് ചെയ്യണം? ഈ രേഖാ കാര്യങ്ങളൊക്കെ ഹാജരാക്കണം. ഹാജരാക്കിയതിന് ശേഷം പിന്നീട് ഈ ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിലേക്ക് ഇടം തേടും. അങ്ങനെ ഇടം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെയാണ് വിഷയങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ ഒന്നല്ല വിഷയം. ഇടം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പിന്നീട് നമ്മൾ പരാതിയുമായിട്ട് തൊട്ടടുത്ത ഉദ്യോഗസ്ഥനെ കാണണം. എന്ന് വെച്ചാൽ ഇപ്പോൾ വില്ലേജ് ലെവലിൽ BLO ലെവലിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്യൂമറേഷൻ ഫോമും അപേക്ഷ പൂരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് BLO ലെവലാണ്. അതിൻ്റെ മേലെ വില്ലേജ് ഓഫീസറെ സമീപിക്കണം, പിന്നീട് തഹസിൽദാരെ സമീപിക്കണം, പിന്നീട് കളക്ടറെ സമീപിക്കണം, പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപിക്കണം. അങ്ങനെ ഒന്നും നടന്നിട്ടില്ലേ പിന്നെ കോടതിയിൽ പോകണം. ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു വ്യക്തി സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. അവിടെ പിന്നെ സംഘം ചേരുന്നില്ല, BLOമാരില്ല, മറ്റേതെങ്കിലും ആളുകൾ സഹായിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഒന്നും ഉണ്ടാവില്ല. എല്ലാം അവസാനിച്ചു പോകും. ഈ ഒരു റൂട്ടിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രേഖപ്പെടുത്തേണ്ട ഈ രേഖകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അത് കൃത്യതയോട് കൂടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഹാജരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഷോർട്ടായിരിക്കുന്ന വഴി. ആ വിഷയമൊക്കെ അതിൻ്റെ ഭാവിയിൽ വരാൻ പോകുന്ന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഓരോരോ വോട്ടർമാർക്കും അനുഭവിക്കേണ്ട സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കരട് പട്ടികയിൽ നിന്ന് ഒഴിവായവർ പുതുതായിട്ട് വോട്ട് ചേർത്താനും അപേക്ഷ നൽകാനും ഇപ്പോൾ അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ പുതുതായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ ഒരു സത്യവാങ്മൂലം നൽകുകയുമാണ്. സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ A4 ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റുപറ്റി പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ ആ സമയത്ത് സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് എന്ന് ഒരു മാപ്പപേക്ഷ പോലെയാണ് സത്യവാങ്മൂലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഇതിൽ, അതായത് കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ പുതിയ വോട്ടിന് അപേക്ഷിക്കുകയും അപേക്ഷയോടൊപ്പം സത്യവാങ്മൂലം നൽകുകയുമാണ്. അതിപ്പോൾ ഓൺലൈൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് അക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കൃത്യമായ രീതിയിൽ പറയും എങ്ങനെ വോട്ട് ചേർത്താം. വോട്ട് അക്ഷയ വഴിയാണ് ചേർത്തേണ്ടത്, അല്ലെ ഓൺലൈൻ സർവീസ് വഴിയാണ് ചേർത്തേണ്ടത്.
അപ്പോൾ അതിപ്പോൾ ചെയ്യാം. ആരെങ്കിലും അങ്ങനെ ചെയ്യാത്തവർ വിട്ടുപോര്, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ചെയ്യൽ നിർബന്ധമാണ്. കാര്യം നമ്മൾ ചെയ്യാത്തവർ, വോട്ടർ ലിസ്റ്റ് പേരില്ലാത്തവർ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒരു വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതല്ല, ഇത് നമ്മൾ ഇവിടെ ഉള്ള ആളാണ് തെളിയിക്കുക എന്നുള്ളത് പോലും ഒരുപക്ഷെ ഇത് ആവശ്യമായിട്ട് വരാനുള്ള സാധ്യതകൾ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു എന്നതിനാൽ ഇത് ഗൗരവമുള്ള കാര്യമാണ്. പ്രവാസികളുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ചേരാൻ പറ്റാതെ പോയവർ പ്രവാസികളാണ്. ആ പ്രവാസികളുടെ വേർതിരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും പറയില്ല. അത് അവർ ഫോറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയൂ. 6 ഫോറം സാധാരണക്കാർ നാട്ടിലുള്ളവർക്ക് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്, 6A ഫോമാണെങ്കിൽ പ്രവാസികൾക്ക് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്, തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ 7 ഫോം അല്ലെങ്കിൽ 8 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓരോ രീതിയിൽ ഓരോ ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസികൾക്ക് പ്രത്യേകമായ രീതിയിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നല്ലൊരു ശതമാനം പ്രവാസികളാണ് ഇതിൽ നിന്ന് പുറത്തായി പോയത് എന്നാണ് അനുമാനം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. ഇതിൻ്റെ ഗൗരവം അപ്പോൾ കൃത്യമായ രീതിയിൽ മനസ്സിലാവും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ വോട്ടർ പട്ടിക പ്രകാരം പരിശോധിക്കുമ്പോൾ 30 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന കാര്യമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പാണ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് പോലെയുള്ളത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമസഭയും ലോക്സഭയും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അടിസ്ഥാനമായിരിക്കുന്ന പ്രമാണമായിട്ട് പരിഗണിക്കപ്പെടുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയുള്ള പേരാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരാൾക്ക് പേരുണ്ട് എന്നതിനാൽ അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണം എന്നില്ല. രണ്ടും രണ്ടാണ്. പഞ്ചായത്ത് വേറെയാണ്, ഈ പറയപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക അത് വേറെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പഞ്ചായത്തിലുള്ളവർ ഇത് അപേക്ഷിക്കേണ്ട, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരാൾക്കുണ്ട്, മറ്റതില്ലെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ വോട്ടിന് അപേക്ഷിക്കണം. അത് നിർബന്ധമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ വോട്ടിങ്ങിൻ്റെ ശതമാനം നോക്കുന്ന സമയത്ത് 30 ലക്ഷത്തിന് വ്യത്യാസം. അഥവാ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ 2,80,30,761 വോട്ടർമാരുണ്ട്. കേന്ദ്രത്തെ എന്നാൽ അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഔദ്യോഗികപരമായിരിക്കുന്ന അവസാനത്തെ എണ്ണമാണ് ഈ പറഞ്ഞത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്ത് വിട്ട കരട് വോട്ടർ പട്ടികയുടെ കണക്ക് പ്രകാരം 2,54,42,352 പേര് മാത്രമേ ഉള്ളൂ. അഥവാ 29,88,409 പേരെ കാണാനില്ല. അവർ പുറത്തായി എന്ന രീതിയിലാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ലിസ്റ്റ് ചെയ്ത് വോട്ട് ചെയ്യപ്പെട്ട അതേ ടീം മറുപക്ഷത്ത് ഇല്ല എന്ന് ചുരുക്കം. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് പത്രങ്ങൾ വായിച്ചാൽ നമുക്കത് കൃത്യമായ രീതിയിൽ ഈ SIRുമായിട്ട് ബന്ധപ്പെട്ടതും വോട്ടർ പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബീഹാർ, ആസാം പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് 30 ലക്ഷം, 25 ലക്ഷം, 40 ലക്ഷം ആളുകളൊക്കെ പുറത്തായി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ നടക്കുന്ന സംഭവമാണ് എന്നുള്ളത്. നടക്കുന്ന സംഭവമാണ്. കാര്യം എന്ന് വെച്ചാൽ 24 ലക്ഷം കേരളത്തിൽ നിന്ന് പുറത്താണ്. ഇനി ഒരു ആഡ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതിനൊക്കെ ഈ കൂടുതലും നമ്മൾ പറഞ്ഞല്ലോ, കൂടുതലെന്ന് പറയുന്ന സമയത്ത് ഏകദേശം 50 ലക്ഷത്തിലധികം മലയാളികൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. 50 ലക്ഷത്തിലധികം, അതായത് 1,07 മുതൽ 14 ലക്ഷത്തോളമാണ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം കണക്കാക്കുന്നത്. 201 രാജ്യങ്ങളിൽ 2023-24 വർഷത്തെ കണക്ക് പ്രകാരം ഏകദേശം 1,07 ലക്ഷത്തോളം, 7 മുതൽ 14 ലക്ഷത്തോളം പറയുന്നുണ്ട്. രണ്ട് രീതി കാണുന്നുണ്ട്. അത്രയും ആളുകളാണുള്ളത്. അതിൽ 36 ലക്ഷത്തോളം ആളുകളുള്ളത് UAEയിലാണ്. ഏകദേശം 28 ലക്ഷത്തോളം ഉള്ളത് സൗദി അറേബ്യയിലാണ്. പിന്നെ അങ്ങനെ ചുരുങ്ങി 3-ാം സ്ഥാനം 4-ാം സ്ഥാനം അമേരിക്കയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ജനസംഖ്യാനുപാതകമായിട്ട് നോക്കുന്ന സമയത്ത് കേരളത്തിലെ ആളുകളാണ് 50 ലക്ഷത്തിലധികം വിദേശ രാജ്യത്തുള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മുടെ കരട് വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് പുറത്തിറങ്ങിയതിൽ ഈ പറയപ്പെട്ട 24 ലക്ഷം ആളുകൾ പുറത്താണ് എന്ന് പറയുന്നതിൽ
പകുതിയിലധികം അല്ലെങ്കിൽ 70% പ്രവാസികളാണ്, ആവാനാണ് സാധ്യത. ഇത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അവിടെയും ഇവിടെയും ഗൾഫിലായതുകൊണ്ട് നാട്ടിൽ വോട്ടുണ്ടാവുമെന്ന് വിചാരിക്കും, നാട്ടിൽ വരുന്ന സമയത്ത് ഗൾഫിൽ പോയിട്ട് വോട്ടിന് അപേക്ഷിക്കാമെന്ന് വിചാരിക്കും. രണ്ടും നടക്കില്ല, രണ്ടിടത്തും ഉണ്ടാവില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ വോട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതിൽ പേരില്ലെങ്കിൽ ഭാവിയിൽ സാരമായിട്ട് ബാധിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുക പ്രവാസികളായിരിക്കും. അതുകൊണ്ട് പ്രവാസികൾ വോട്ട് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വോട്ടിന് അപേക്ഷിക്കേണ്ട സമയമാണ്. അപേക്ഷിക്കാൻ ഇതുവരെ നിന്ന് പോയിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് നിന്നോ പിന്നെ ഓപ്പണോ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ അവസാനത്തെ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഫാസ്റ്റായിട്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിൻ്റെ സമയമാണിപ്പോൾ. അങ്ങനെ ആർക്കെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ഇടം ചേർത്താത്തവർ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കത് ചെയ്തു തരുന്നതാണ് എന്ന് അറിയിക്കുന്നു. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളവർക്ക് എങ്ങനെയാണോ പ്രവാസി വോട്ട് ചേർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും നമ്മൾ 24 ലക്ഷം കേരളക്കാർ പുറത്താണ്. അവർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും ഉചിതമായിരിക്കുന്ന അവസരമാണിപ്പോൾ. ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ അറിയിക്കുകയാണ്.